രാമ 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 പാഹി മാം. 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 രാവണന്റെ പുറപ്പാട്. പോരിന്നയക്കുന്നതേനി നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ. നമ്മോട് കൂടെയുള്ളോർകൾ പോന്നിടുക നമ്മുടെ തീരും വരുത്തുകിന്നാനവൻ. വെൺമതി പോലെ കുടയും പിടിപ്പിച്ചു പൊന്മയുമായൊരു തേരിൽ കരേറിനാൻ. ആലവട്ടങ്ങളും വെൺചാമരങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും 1000 വാജികളെ കൊണ്ടു കൂട്ടിയ വായുവേഗം പൂണ്ടു തേരിൽ കരയേറി. മേരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളാദിയാം ആഭരണങ്ങളും 10 മുഖവും 70 കൈകളും ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും. നീലാദ്രി പോലെ നിശാചരനായകൻ കോലാഹലത്തോടുകൂടി പുറപ്പെട്ടാൻ. ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാരന്നേരം. മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കിത്തിരക്കി വടക്കുഭാഗത്തുള്ള മുഖ്യമാം ഗോപുരത്തോടെ തെരുതെരെ വിക്രമമേറിയ നക്തഞ്ചരന്മാരെയൊക്കെ പുരോഭുവി കണ്ടു രഘുവരൻ. മന്ദസ്മിതം ചെയ്തു നേത്രാന്ത സംജ്ഞയാ മന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു. നല്ല വീരന്മാർ വരുന്നതു കാണടോ, ചൊല്ലേണമെന്നോടിവരെ യഥാഗുണം എന്നതു കേട്ടു വിഭീഷണൻ. രാഘവൻ തന്നോടു മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ബാണചാപത്തോടും ബാലാർക്ക കാന്തി പൂണ്ടാന കഴുത്തിൽ വരുന്നത് കമ്പനൻ. സിംഹധ്വജം പൂണ്ട തേരിൽ കരയേറി സിംഹപരാക്രമൻ ബാണചാപത്തോടും വന്നവനിന്ദ്രജിത്താകിയ രാവണനന്ദനൻ. നമ്മെ മുന്നിൽ ജയിച്ചാനവൻ. ആയോധനത്തിനു ബാണചാപങ്ങൾ പൂണ്ടായതമായോരു തേരിൽ കരയേറി. കായം വളർന്നു വിഭൂഷണം പൂണ്ടതി കായൻ വരുന്നതു രാവണൻ തൻ മകൻ. പൊന്നണിഞ്ഞാന കഴുത്തിൽ വരുന്നവനുന്നതനേറ്റം മഹോദരൻ മന്നവാ. വാജിമേലേറി പരിഖം തിരിപ്പവനാജിശൂരേന്ദ്രൻ വിശാലൻ നരാന്തകൻ. വെള്ളരുതിൻ മുകളേറി തൃശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ തൃശിരസല്ലോ രാവണൻ തൻ മകൻ. മറ്റേതിനങ്ങേത് ദേവാന്തകൻ തേടി വന്നതു മന്നവാ. കുംഭകർണാത്മജൻ കുംഭനങ്ങേതവൻ തമ്പി നികുംഭൻ പരിഖായുധനല്ലോ. ദേവകുലാന്തകനാകിയ രാവണനേവരോടും നമ്മി വെൽവാൻ പുറപ്പെട്ടു. യുദ്ധം വിഭീഷണൻ ചൊന്നതു കേട്ടതിനുത്തരം രാഘവൻ താനുമരുൾ ചെയ്തു. യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകൂപം കളഞ്ഞിടുവനിങ്ങു ഞാൻ എന്നരുളി ചെയ്തു. നിന്നരുളും നേരം വന്ന പടയോടു ചൊന്നാൻ ദശാസ്യനും. എല്ലാവരും നാം ഒഴിച്ചു പോന്നാലവർ ചെല്ലുമകത്തു കടന്നൊരു ഭാഗമേ പാർത്തു. ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നി കാത്തുകൊള്ളിൻ നിങ്ങൾ ചെന്നു ലങ്കാപുരം. യുദ്ധത്തിനിന്നു ഞാൻ പോരും ഇവരോട് ശക്തിയില്ലായ്കയുമില്ലിനീതമേ. ഏവം നിയോഗിച്ച നേരം നിശാചരരേവരും ചെന്നു ലങ്കാപുരം മേവിനാ.
വൃന്ദാരകാരാതി രാവണൻ വാനര വൃന്ദത്തെ എയ്തെഴുതള്ളി വിട്ടീടിനാൻ. വാനരേന്ദ്രന്മാരഭയം തരികെന്നു മാനവേന്ദ്രൻ കാൽക്കൽ വീണിരന്നീടിനാർ. വില്ലും ശരങ്ങളും ആശു കൈക്കൊണ്ടു കൗസല്യാതനയനും പോരിനൊരുമിച്ച വൻപനായുള്ളോരിവനോടു പോരിനു മുൻപിലടിയനനുഗ്രഹം നൽകണം എന്നു സൗമിത്രയും ചെന്നിരഞ്ഞിടിനാൻ. മന്നവൻ താനുമരുൾ ചെയ്തിരുന്നേരം വൃത്രാരിയും പോരിൽ വിത്രസ്തനായി വരും നക്തഞ്ചരീന്ദ്രനോട് ഏറ്റാനറിതനെ. മായയുമുണ്ട് നിശാചര്യർക്കേറ്റവും ന്യായവുമില്ലിവർക്കാർക്കുമൊരിക്കലും. ചന്ദ്രചൂഡപ്രിയനാകയുമുണ്ടവൻ ചന്ദ്രഹാസാഖ്യമാം വാളുമുണ്ടായുധം. എല്ലാം നിരൂപിച്ചു ചിത്തമുറപ്പിച്ചു ചെയ്യണമല്ലോ കലത്തിനെന്നെല്ലാം. ശിക്ഷിച്ചരുൾ ചെയ്തയച്ചോരനന്തരം ലക്ഷ്മണനും തൊഴുതാശുവിൽ വാങ്ങിനാൻ. ജാനകി ചോരനെ കണ്ടൊരു നേരത്തു വാനരനായകനാകിയ മാരുതി തീർത്ഥടം തന്നെ കുതിച്ചു വീണിടനാനാർത്തനായി വന്നു നിശാചരനാഥനും. ദക്ഷിണഹസ്തവുമൂങ്ങിപ്പറഞ്ഞിതു രക്ഷോവരനോടു മാരുതപുത്രനും. നിർജ്ജരന്മാരെയും താപസന്മാരെയും സജ്ജനമായ മറ്റുള്ള ജനത്തെയും നിത്യമുപദ്രവിക്കുന്ന നിനക്കു വന്നെത്തുമാപത്തു കവികുലത്താലെടോ. നിന്നെ അഴിച്ചു കൊൽവാൻ വന്നു നിൽക്കുന്നോരെന്നെയൊഴിച്ചുകൊൾ വീരനെന്നാതിൽ നീ. വിക്രമമേറിയ നിന്നുടെ പുത്രനാമക്ഷകുമാരനെ കൊന്നതു ഞാനിടോ എന്നു പറഞ്ഞാൻ നടിച്ചാൻ കവീന്ദ്രനും. നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും. പിന്നെയുണർന്നു ചൊന്നാനിവിടേക്കിന്നു വന്ന കവികളിൽ നല്ല നല്ലോ ഭവാൻ. നന്മയെന്തായതെനിക്കുന്നതു കൊണ്ടു നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവരും മൃത്യുവരാതെ ജീവിപ്പവരില്ലല്ലോ. മൃത്യു വന്നില്ല നിനക്കത് കൊണ്ടു ഞാൻ ഇത്രയും ദുർബലനെന്നു വന്നു നമ്മിതിത്തിരി നേരമെന്നും പൊരുതിയിടണം. ഇന്ന നേരത്തൊന്നടിച്ചാൻ ദശാനനൻ പിന്നെ മോഹിച്ചു വീണാൻ കപിശ്രേഷ്ഠനും. നീലനന്നേരം കുതികൊണ്ടു രാവണൻ മേലെ കരേറി കിരീടങ്ങൾ 10 വില്ലുതന്മേലും കൊടിമരത്തിന്മേലും ഉല്ലാസമോടു മകുടങ്ങൾ 10 ചാടി ക്രമേണ നൃത്തം തുടങ്ങിനാൻ. പാടിത്തുടങ്ങിനാൻ നാരദനും തഥാ. പാവകാസ്ത്രം കൊണ്ടു പാവകപുത്രനെ രാവണനെന്തുടൻ തന്നിരുത്തേടിനാൻ. ലക്ഷ്മണനെ കോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോവരനെ ചെറുത്താനതു നേരം. ബാണഗണത്തെ വർഷിച്ചാരിരുവരും കാണരുതാതിച്ചമഞ്ഞിതു പോർക്കളം. വില്ലു മുറിച്ചു കളഞ്ഞിതു ലക്ഷ്മണനല്ലൽ മുഴുത്തു നിന്നു ദശകണ്ഠനും. പിന്നെ മയൻ കൊടുത്തോരുവേ സൗമിത്രി തന്നുടെ മാറിലമ്മാറു ചാട്ടിയിടിനാൻ. അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞു സൗമിത്രിയും ശക്തിയേറ്റാശു വീണിടിനാൻ. ആടലായി വീണ കുമാരനെ ചെന്നെടുത്തിടുവാനാശു ഭാവിച്ചു ദശാനനൻ. കൈലാസശൈലമെടുത്ത ദശാസുര ബാലശരീരമിളക്കരുതാഞ്ഞിതു. രാഘവൻ തന്നുടെ ഗൗരവമോർത്തതിൽ ലാഘവം പൂണ്ടിതു രാവണവീരനും. കണ്ടു നിൽക്കുന്നൊരു മാരുതപുത്രനും മണ്ടിയണഞ്ഞു നടിച്ചാൻ ദശാസ്യനും. ചോരയും ഛർദിച്ചു തേരിൽ വീണാനവൻ മാരുതി താനും കുമാരനെ തൽക്ഷണേ പുഷ്പസമാനമെടുത്തു കൊണ്ടാതരാൾ പുരുഷൻ മുമ്പിൽ വെച്ചു വണങ്ങിയിടിനാൻ. മാറും പിരിഞ്ഞു ദശമുഖൻ കയ്യിലാം മാറു പൊക്കു മയദത്തമാം ശക്തിയും
ത്രൈലോക്യനായകനാകിയ രാമനും പൗലസ്ത്യനോട് യുദ്ധം തുടങ്ങിനാൻ. ഗന്ധവാഹാത്മജൻ വന്ദിച്ചു ചൊല്ലിനാൻ, ഭക്തിമുഖനോടു യുദ്ധത്തിനെന്നുടെ കണ്ഠമേവിക്കൊണ്ടു നിന്നരുളിക്കൊള്ളുക ഉണ്ഠതയിന്നേ കൊൽകത ശാസ്യനെ. മാരുതി ചൊന്നതു കേട്ടു രഘൂത്തമനാരുഹ്യ കൽകണ്ഠദേശേ വിളങ്ങിനാൻ. ചൊന്നാൻ ദശാനനൻ തന്നോടു രാഘവൻ, നിന്നിയടുത്തു കാൺമാൻ കൊതിച്ചേതുലോ. ഇന്നതിനാശുയോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോടു കൂടെ വന്നോരെയും കൊന്നു ജഗത്രയം പാലിച്ചു കൊള്ളുവ നിന്നുടെ മുൻപിലരക്ഷണം നില്ലു നീ എന്നരുൾ ചെയ്തു ശസ്ത്രാസ്ത്രങ്ങൾ തൂകിനാനൊന്നിനൊന്നൊപ്പമീതാൻ ദശവക്രനും. ഘോരമായി വന്നിത് പോരുമന്നേരത്തു വാരാനിധിയുമിളകി മറിയുന്നു. മാരുതി തന്നെയുമേതു മുറിച്ചിതു ശൂരനായൊരു നിശാചരനായകൻ. ശ്രീരാമദേവനും കോപം മുഴുത്തത് ധീരത കൈക്കൊണ്ടടുത്തൊരു സായകം. രക്ഷോവരനുടെ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാനതിദ്രുതം. ആലസ്യമായതു ബാണമേറ്റം നേരം പൗലസ്യ ചാപവും വീണിതു ഭൂതലേ. നക്തഞ്ജരാധിപനായ ദശാസ്യനു ശക്തിക്ഷയം കണ്ടു സത്വരം രാഘവൻ. തേരും കൊടിയും കുടയും കുതിരയും ചാരുകിരീടങ്ങളും കളഞ്ഞിടിനാൻ. സാരഥി തന്നെയും കൊന്നു കളഞ്ഞളവാരൂഢ താപേന നിന്നു ദശാസ്യനും. രാമനും രാവണൻ തന്നോടരുൾ ചെയ്താനാമയം പാരം നിനക്കുണ്ടു മാനസേ. പോയാലുമിന്നു ഭയപ്പെടാകേതുമേ, നീനിലങ്കയിൽ ചെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോടൊരുമ്പിട്ടുകൊണ്ടായോധനത്തിനു നാളെ വരേണം നീ. കാകുൽസ്ഥവാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിലങ്ങു നടന്നു ദശാനനൻ. രാഘവാസ്ത്രം തുടർന്നുണ്ടെന്നൊരാകുലം പൂണ്ടു തിരിഞ്ഞു നോക്കിത്തുലോ. വേപധുഗാത്രനാൽ മന്ദിരം പ്രാപിച്ചു താപമുണ്ടായത് ചിന്തിച്ചു മേവിനാ. കുംഭകർണന്റെ നീതിവാക്യം. മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനരരാജനാമർക്കാത്മജനെയും രാവണബാണ വിതാരിതന്മാരായ പാവകപുത്രാദി വാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൻ. രാത്രിഞ്ചരീന്ദ്രനും ഭൃത്യജനത്തോടു പേർത്തും നിജാർത്ഥികളോർത്തു ചൊല്ലിടിനാൻ. നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയുമർത്ഥ പുരുഷകാരാദിയും നഷ്ടമായി വന്നിൻ തൊടുങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാകതും നിശ്ചയം. വേദാവുതാനുമരാരണ്യ ഭൂപനും വേദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകോപരാധയും ജംഭാരി മുമ്പ നിലിംബവരന്മാരും കുംഭോത്ഭവാദികളായ മുനികളും ശംഭപ്രണയിനിയാകെ ദേവിയും പുഷ്ടതപോകലം കൊണ്ടു പാതിവൃത്യ നിഷ്ഠയോടെ മരുമുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യയായി വന്നുകൂടായെന്നു നിർണയം. ചിന്തിച്ചു കാണുന്ന മുക്കിനിയും പുനരെന്തോന്നുന്നല്ലോ ജയിച്ചു കൊള്ളുവാനഹോ. കാലാരി തുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോൽ. 6 മാസം കഴിഞ്ഞെന്നിയുണർന്നേടുമാറിലുറങ്ങി തുടങ്ങിയിട്ടവനുമിന്ന് 9 നാളെ കഴിഞ്ഞതുള്ളൂ. നിങ്ങൾ അൻപോടുണർത്തുവിൻ വല്ലപ്രകാരവും. രാക്ഷസരാജനിയോഗേന ചെന്നോരോ രാക്ഷസരെല്ലാം ഒരുമ്പെട്ടുണർത്തുവാൻ ആനകതുന്ധുതി മുഖവാദ്യങ്ങളുമാനേതർ
കാലാൽ കുതിരപ്പടകളും. കുംഭകർണോരസിപ്പാഞ്ഞുമാർത്തും ജഗൽ കണ്ഠം വരുത്തിനാരെന്തൊരു വിസ്മയം. കുംഭസഹസ്രം ജലം ചൊരിഞ്ഞേടിനാർ കുംഭകർണശ്രവണാന്തരെ പിന്നെയും. കുംഭിവരന്മാരെ കൊണ്ടു നാസാരന്ധ്ര സംഭൂതരോമം പിടിച്ചു വലിപ്പിച്ചും തുണ്ടിക്കരമറ്റലറിയുമാനകൾ ജംഭാരി വൈരിക്കു കമ്പമില്ലേതുമേ. ജൃംഭാസമാരംഭമോടുമുണർന്നു സംഭ്രമിച്ചോടിനാരാശരവീരരും. കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യമന്നവും കുന്നുപോലെ കണ്ടൊരിമ്പം കലർന്നെഴുന്നേറ്റിരുന്നേടിനാൻ. ദ്രവ്യങ്ങളാദിയായി മറ്റുപജീവന ദ്രവ്യമില്ല ഭുജിച്ചാനന്ദ ചിത്തനായി ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധൗ കൃത്യജനങ്ങളും വന്നു വണങ്ങിനാർ. കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക്തികണ്ഠാനുജൻ. എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലിത്തൊഴുതു പറഞ്ഞാനതു നേരം. ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ടം വരാതെ പോയിക്കൊള്ളുക നല്ലത്. ഏവം മഹോദരൻ ചൊന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു വണങ്ങിനാർ. ഗാഠമായ ലിംഗനം ചെയ്തിരുത്തിനാനൂഢമോദം നിജ സോദരൻ തന്നെയും. ചിത്തെ ധരിച്ചതിൽ ഓർക്ക നീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നിടോ. സോദരി തങ്ങളുടെ നാശാകുജങ്ങളെ ഛേദിച്ചതിന്നു ഞാൻ ജാനകി ദേവി ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ടാരാമസീമനെ കൊണ്ടൊന്നു വെച്ചിടിനെ. വാരിധിയെ ചിറകെട്ടിക്കടന്നവൻ പോരിന്നു വാനരസേനയുമായി വന്നു കൊന്നാർ. പ്രഹസ്താദികളെ പലരെയുമെന്നെയുമെയ്തു മുറിച്ചാഞ്ചിതശ്രമം. കൊല്ലാതെ കൊന്നയച്ചാനതു കാരണമല്ലൽ മുഴുത്തു ഞാൻ നിന്നെയുണർത്തിനേൻ. മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ നിരക്ഷിച്ചു കൊള്ളേണമേ. ഇന്നതു കേട്ടു ചൊന്നാൻ കുംഭകർണനും നന്നു നന്ദിത്രയും. നല്ലതേ നല്ലുകേ നല്ലതും തീയതും താനറിയാതവർ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നന്നതല്ലാതവർക്കുണ്ടു നല്ലതുണ്ടാകുന്നു. സീതയെ രാമനു നൽകുകിന്നിങ്ങനെ സോദരൻ ചൊന്നാനതിന്നു കോപിച്ചു നീ. ആട്ടിക്കളഞ്ഞതു നന്നു നന്നോർത്തു കാൺ നാട്ടിൽ നിന്നാശു വാങ്ങിയ ഗുണമൊക്കവേ. നല്ലവണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാമതുകൊണ്ടും കുറ്റമല്ലടോ. നല്ലതൊരുത്തരാലും വരുത്താവതല്ല വരുത്തുമാപത്തണയുന്ന നാൾ. കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും അർത്ഥപുരുഷകാരാദിഭേദങ്ങളും നാലുപായങ്ങളും ആറുനയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു പഥ്യം പറയുവമാദ്യനുണ്ടാകിലോ. ഭർതൃസൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും. ഇങ്ങനെയുള്ളൊരമാദ്യധർമ്മം വെടിഞ്ഞെങ്ങനെ രാജാവിനിഷ്ടമെന്നാലതു കർണസുഖം വരുമാറു പറഞ്ഞുകൊണ്ടന്വഹം ആത്മാഭിമാനവും ഭാവിച്ചു മൂലവിനാശം വരുമാറു നിത്യവും. മൂഢരായുള്ളോരമാദ്യ ജനങ്ങളിൽ നല്ലതു കാകോളമെന്നതു ചൊല്ലുപോരല്ല വിഷമുണ്ടവർക്കെന്നിയില്ലല്ലോ. മൂഢരാം മന്ത്രികൾ ചൊല്ലു കേട്ടിടുകിൽ നാടുമായുസ്സും കുലവും നശിച്ചുപോ. നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നു ചേർന്നാദ്യമൊഴുത്തു മരിക്കും മൃഗകുലം. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ
മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു. മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്നത്തൽപ്പെടുന്നു ബളിശന്ദ്രസിക്കയാ. ആഗ്രഹമെങ്കിങ്കലേറിയാൽ ആപത്തു പോക്കുവാനാവതല്ലാതെ വണ്ണം വരും. നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനും ഉന്മൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിലൊരാശയുണ്ടായതും ഞാൻ അറിഞ്ഞീനതു രാത്രിഞ്ചരാധിപ. ഇന്ദ്രിയങ്ങൾക്കു വശനായിരിപ്പവനെന്നും ആപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം. ഇന്ദ്രിയഗ്രാമം ജയിച്ചിരിക്കുന്നവനൊന്നുകൊണ്ടും വരാ നൂനമാപത്തുകൾ. നല്ലതല്ലെന്നതറിഞ്ഞിരിക്കെ ബലാൽ ചൊല്ലുമൊന്നിങ്കലൊരുത്തനഭിരുചി. പൂർവജന്മാർജിത വാസനയാൽ അതിനാവതല്ലേതുമതിൽ വശനായി വരും. പിന്നാലതിങ്കൽ നിന്നാശു മനസ്സിനെ തന്നെ ശാസ്ത്രവിവേകോപദേശങ്ങൾ കൊണ്ടു വിധേയമാക്കിക്കൊണ്ടിരിപ്പവനുണ്ടോ? ജഗത്തിങ്കലാരാനുമോർക്ക നീ. മുന്നം വിചാരകാലേ ഞാൻ ഭവാനോടു തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽഫലം. ഇപ്പോൾ ഉപഗതമാ വന്നതീശ്വര കൽപ്പിതമാർക്കും തടുക്കാവതല്ലോ. മാനുഷനല്ല മരാമൻ പുരുഷോത്തമൻ നാനാ ജഗന്മയും നാരായണൻ പരൻ. സീതയാകുന്നതു യോഗമായാദേവി ചേതസി നീ ധരിച്ചിടുകിന്നിങ്ങനെ. നിന്നോടു തന്നെ പറഞ്ഞു തന്നില്ലയോ മന്നവാ ഉന്നമേന്ത തോരാഞ്ഞതും. ഞാനൊരു നാൾ വിശാലായാം യഥാസുഖം കാനനാന്തേ നരനാരായണാശ്രമേ വാഴുന്ന നേരത്തു നാരദനെ പരിതോഷേണ കണ്ടു നമസ്കരിച്ചിടിനാം. ഏതൊരു ദിക്കിൽ നിന്നാഗതനായതിൽ നാദരവോടരുൾ ചെയ്യുക മഹാമുനേ. എന്തൊരു വൃത്താന്തമുള്ളു ജഗത്തിങ്കലന്തരം കൂടാതരുൾ ചെയ്യുകയെന്നില്ല. ചോദിച്ച നേരത്തു നാരദനോടു സാദരം ചൊന്നാലുദന്തങ്ങളൊക്കവേ. രാവണ പീഡിതന്മാരായി ചമഞ്ഞൊരു ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേവേശനാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ. ത്രൈലോക്യ കണ്ടകനാകിയ രാവണൻ പൗലസ്ത്യപുത്രൻ അതീവ ദുഷ്ടൻ ഖലൻ. ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചിടുന്നിതെങ്ങുമിരിക്കരുതാതെ ചമഞ്ഞിരു മർത്യനാലെന്നിയെ മൃത്യുവില്ലെന്നതു മുക്തം വിരിഞ്ചനാൽ മുന്നമേ കൽപ്പിതം. മർത്യനായി തന്നെ പിറന്നു ഭവാനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ. യുദ്ധമുണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം കലർന്നരുളി ചെയ്തു. പൃഥ്വിയിൽ ജ്ഞാനയോധയിൽ ദശരഥപുത്രനായി വന്നു പിറന്നിനി സത്വരം. നക്തഞ്ചരാധിപൻ തന്നെയും നിഗ്രഹിച്ചത്തൽ തീർത്തിടുവനി ലോകത്തിങ്കൽ. സത്യസങ്കൽപ്പനാമീശ്വരൻ തന്നെ ശക്തിയോടും കൂടി രാമനായി വന്നതും. നിങ്ങളെല്ലാം ഒടുക്കും അവനിനി മംഗളം വന്നുകൂടും ജഗത്തിങ്കലും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി. നന്നായി നിരൂപിച്ചു കോൾകനീ മാനസേ. രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളനും ജീവനദള ശ്യാമളൻ. മായാ മനുഷ്യവേഷം പൂണ്ട രാമനി കായേന വാച മനസാ ഭജിക്ക നീ. ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘൂത്തമൻ. ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവിടോ. ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി. ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം. സംഖ്യയില്ലാതോളമുണ്ടവതാരങ്ങൾ പങ്കജനേത്രനാം വിഷ്ണുവിനെങ്കിലും. സംഖ്യാവതാമതം ചൊല്ലുവൻ നിന്നുടെ ശങ്കയെല്ലാം അകലിക്കളഞ്ഞിടുവാൻ. രാമാവതാര സമമല്ലതൊന്നുമേ നാമജപത്തിനാലേവരും മോക്ഷവും. ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷാകാരനാം രാമനാകുന്നതും.
താരകബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും ശ്രീരാമന് ദേവനെ തന്നെ ഭജിക്കണേ. രാമനെ തന്നെ ഭജിച്ചു ദിഗ്വജ്ജനമാമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളും ഇതു സന്തതം. ബുദ്ധതത്വന്മാർ നിരന്തരം രാമനെ ചിത്താംബുജത്തിങ്കൽ നിത്യവും ധ്യാനിച്ചു തച്ചരിതങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ചാത്മാനമാത്മനാ കണ്ടു കണ്ടച്യുതനോടും സായുജ്യവും പ്രാപിച്ചു നിശ്ചലാനന്ദെ ലയിക്കും വിധന്വഹം. മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചു കൊള്ളുകാനന്ദമൂർത്തി. കുംഭകർണവധം. സോദരനേവം പറഞ്ഞതു കേട്ടതി ക്രോധം മുഴുത്തു ദശാസ്യനും ചൊല്ലിനാൻ. ജ്ഞാനോപദേശമെനിക്കു ചെയ്യുവാനല്ല ഞാൻ ഇന്നുണർത്തി വരുത്തി യഥാസുഖം നിദ്രയെ സേവിച്ചു കൊള്ളുക നീ എത്രയും ബുദ്ധിമാനെന്നതൊന്നറിയേനഹം. വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ. ആമെങ്കിലാശു ചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരികമേ. അഗ്രജൻ വാക്കുകളിത്തരം കേട്ടളവുഗ്രനാം കുംഭകർണൻ നടന്നേടിനാൻ. വ്യഗ്രവും കൈവിട്ടു യുധേ രഘൂത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ. പ്രാകാരവും കടന്നു തുംഗ ശൈലരാജാകാരമോടലറിക്കൊണ്ടതിദ്രുതം 1000 ഭാരമിരുമ്പു കൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പൂക്കോരു നേരത്തു വാനരവീരരെല്ലാവരും ഓടിനാർ. കുംഭകർണൻ തൻ വരവും കണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോടു വൻപുള്ള രാക്ഷസനേവനിവൻ പറകമ്പരത്തോളമുയരമുണ്ടത്ഭുതം. ഇത്തം രഘൂതമൻ ചോദിച്ചളവതിനുത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ. രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജനിത്രയും ശക്തിമാൻ ബുദ്ധിമാൻ ദേവകുലാന്തകൻ നിദ്രാവശങ്കനാവതില്ലാർക്കുമേറ്റാൽ ജയിച്ചിടുവാൻ. തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ഛയാ പൂർവജൻ കാൽക്കൽ വീണിടിനാൻ. രാധാ വിഭീഷണൻ ഞാൻ ഭഗവഭക്തിമാൻ പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കേണമേ. സീതയെ നൽകുക രാഘവനെന്നു ഞാൻ ആദരപൂർവമാവോളം അപേക്ഷിച്ചേ. ഖഡ്ഗവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടും അടുത്തതു കണ്ടു ഞാൻ. ഭീതനാൽ നാലമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചേ. യുദ്ധം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പുണർന്നാനനുജനെ. പിന്നെ പുറത്തു തലോടി പറഞ്ഞതു ധന്യനല്ലോ ഭവാനില്ലതില്ലേതുമേ. ജീവിച്ചിരിക്ക പല കാലമൂഴിയിൽ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം. നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മലൻ ഭാഗവതോത്തമനിത്രയും നാരായണ പ്രിയനെത്രയും നീ എന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം. മായാമയമി പ്രപഞ്ചമെല്ലാം ഇനിപ്പോയാലുമെങ്കിൽ നീ രാമപാദാന്തികെ എന്നതു കേട്ടഭിവാദ്യവും ചെയ്തതി ഖിന്നനാൻ ബാഷ്പവും വാർത്തു വാങ്ങിയിടിനാൻ. രാമപാർശ്വം പ്രാപ്യ ചിന്താവിവശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കുന്ന ശാന്തരെ. ഹസ്തപാദങ്ങളാൽ മർക്കടവീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ. പേടിച്ചെടുത്തുകൂടാനും കവികളും ഓടിത്തുടങ്ങിനാർ. നാനാദികിങ്കരെ മത്തഹസ്തീന്ദ്രനെ പോലെ കവികളെ 10,100,000 കൊന്നാനരക്ഷണായി. മർക്കടരാജനതു കണ്ടൊരു മല കൈക്കൊണ്ടെറിഞ്ഞതു മാറിൽ തടുത്തവൻ കുത്തിനാൻ.
ശൂലമെടുത്തതുകൊണ്ടതി വിദഗ്ധനായി വീണു മോഹിച്ചിതർക്കജൻ. അപ്പോൾ അവനെയും മൂക്കോടെടുത്തുകൊണ്ടുൽപ്പന്നമോദൻ നടന്നു നിശാചരൻ. യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു ഭക്തഞ്ജരീശ്വരൻ ചെയ്യുന്ന നേരത്തു നാരീജനം മഹൽ പ്രാസാദമേറി നിന്നാരൂഢമോദം പനിനീരിൽ മുക്കിയ മാന്യങ്ങളും കളഭങ്ങളും തോകിനാരാലസ്യമാശു തീർന്നിടുവാനാദരാൽ മർക്കടരാജനതീറ്റു മോഹം വെടിഞ്ഞുൾക്കടരോഷേണ മൂക്കും ചെവികളും ദന്തനഖങ്ങളെ കൊണ്ടു മുറിച്ചുകൊണ്ടന്തരീക്ഷേ പാഞ്ഞുപോന്നാനധികൃതം. ക്രോധവുമേറ്റഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ടു രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നതു കണ്ടതി സന്നദ്ധനായടുത്തു സുമിത്രാത്മജൻ. പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാരബാണഗണം പൊടിച്ചീടിനാൻ. 100,000 വാനരന്മാരെയും വക്രത്തിലാക്കിയടക്കും അവനുടൻ കർണനാസാവിലത്തൂടെ പുറപ്പെടും. പിന്നെയും വാരി വിഴുങ്ങും അവൻ തഥാ. രക്ഷോവരനും അന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം. രാഘവൻ തന്നോടടുത്താനതു കണ്ടു വേഗേന ബാണം പൊഴിച്ചു രഘൂത്തമൻ. ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമേതാശു ഖണ്ഡിക്കയാൽ യുദ്ധാംഗനെ വീണു വാനരവൃന്ദവും നക്തഞ്ജരന്മാരുമൊട്ടു മരിച്ചിതു. വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമൻ നേറ്റമടുത്തു നിശാചരൻ. ഇന്ദ്രാസ്ത്രമേതു ഖണ്ഡിച്ചാനതു വീണുമിന്ദ്രാരികൾ പലരും മരിച്ചിടിനാർ. ബദ്ധകോപത്തോടലറിയടുത്തിതു നക്തഞ്ജരാധിപൻ. പിന്നെയുമന്നേരം അർദ്ധചന്ദ്രാകാരമായ രണ്ടൻപു കൊണ്ടു തുംഗപാദങ്ങളും മുറിച്ചിടിനാൻ. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം.